ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയൊക്കെ ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെട്രോ കയറി. അപ്പോൾ ഞങ്ങളങ്ങനെ മെട്രോ കയറി ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ UB സിറ്റിയും പിന്നെ കബാൺ പാർക്കും ഇതൊക്കെ വിധാൻ സൗദയും കാണാനായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ മെട്രോയിൽ നമുക്ക് അത്യാവശ്യം തിരക്കൊന്നും ഇല്ല, നല്ല രസമുണ്ടായിരുന്നു. TCS കമ്പനിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കബാൺ പാർക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അത് അണ്ടർഗ്രൗണ്ട് മെട്രോ കേട്ടോ. അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യൂ ആണ് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ ജെറ്റിൻ്റെ വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ നേരെ നടക്കുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്, കുറേ മരങ്ങളൊക്കെ ഉണ്ട്, ഫുൾ ട്രീസ് ആണ് കബാൺ പാർക്ക്. അപ്പോൾ ഒരുപാടുണ്ട് അകത്തേക്ക് കബാൺ പാർക്ക്. പക്ഷെ ഞങ്ങൾ മൊത്തം നടന്നില്ല, കുറച്ച് നടന്നുള്ളൂ. കുറച്ച് ടൈം ഇവിടെ ഇരുന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വലിയ മരമാണിത്, ഒരുപാട് വർഷങ്ങളത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് 1870 ഈ പാർക്കൊക്കെ ഉണ്ടായിരുന്നത്, മീൻസ് സ്ഥിരീകരിച്ചത്. അപ്പോഴത്തെ ഒരു കമ്മീഷണറുടെ പേരാണ് ഈ കബാൺ പാർക്ക്, ഒരാളുടെ പേരാണത്, അപ്പോഴത്തെ കമ്മീഷണറിൻ്റെ പേര്. അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ അപ്പം നല്ല പ്ലസൻ്റാണ്, ഫാമിലി സ്പോട്ടാണ്, ആക്ച്വലി പിക്നിക് സ്പോട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും താഴെ നിലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ, വ്ളോഗ്സ്, ഡാൻസ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇവിടെ ഈ പാർക്കിൽ. അപ്പോൾ നല്ല പ്ലസൻറ്റ് വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ ആ കബാൺ പാർക്കിൽ നിന്ന് കുറേ നടന്ന് ഇങ്ങനെ മാപ്പൊക്കെ നോക്കിയാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വിധാൻ സൗദയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വിധാൻ സൗദയിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, ഇതിൻ്റെ തൊട്ടടുത്താണ് കബാൺ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ വിധാൻ സൗദ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ, വിധാൻ സൗദയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഹൈക്കോർട്ട് കാണാൻ പറ്റും, കർണാടക ഹൈക്കോർട്ട്. അപ്പോൾ കർണാടക ഹൈക്കോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വിധാൻ സൗദ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിധാൻ സൗദയിൽ നിന്ന് നമുക്കിങ്ങനെ കുറച്ച് നടന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഈസിയാണ് ട്രാവലിംഗ് ചെയ്യാനായിട്ട്, എല്ലാം അടുത്തടുത്തൊക്കെ തന്നെയാണ്, നമുക്ക് ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ വിധാൻ സൗദ കണ്ടതിന് ശേഷം നമുക്ക് UB സിറ്റിയിലേക്ക് ഇവിടുന്ന് നമുക്ക് ഓട്ടോയിൽ പോയാലും മതി. ഇവിടെ തൊട്ടടുത്താണ് UB സിറ്റി. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ UB സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ലക്ഷൂറിയസ് മാളാണ്. ഭയങ്കര വലിയ വലിയ പണക്കാരൊക്കെ നമുക്ക് അവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ഈ വിധാൻ സൗദനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് സാറ്റർഡേയ്സ് അതായത് പ്രീ ബുക്കിംഗ് ചെയ്യണം. മുൻപേ നമ്മൾ ബുക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് വിധാൻ സൗദയുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് UB സിറ്റിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഓട്ടോ ഒക്കെ കയറി പുറപ്പെട്ടു. അപ്പോൾ ഈ UB സിറ്റിയിൽ അതായത് ഇപ്പോൾ പോകുന്ന വഴിക്കുണ്ടല്ലോ നമുക്ക് ഈ കുറേ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതായത് മൊത്തം നല്ല വെൽ പ്ലാൻഡ് ആണ് സിറ്റി. ഇത് സിറ്റിയുടെ ഹാർട്ടാണ് ആക്ച്വലി നമുക്ക് ഈ കബാൺ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ മരങ്ങളാണ്, നല്ല പ്ലസൻറ്റ് വ്യൂ ആണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതുപോലെ. അപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂരിലാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഫുൾ അതായത് നമുക്ക് എയർ ക്വാളിറ്റി ആണെങ്കിലും ഇവിടെ എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ടെങ്കിലും നല്ല പ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, ഇത്ര ട്രീസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ട്രീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ UB സിറ്റിയിലേക്ക് എത്തി. ഇത് UB സിറ്റിയുടെ ഫസ്റ്റ് വ്യൂ ആണ്. നമ്മൾ ആ കയറുന്ന ആ ഒരു എൻട്രൻസ് ആണ്, ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എസ്കലേറ്ററൊക്കെ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓരോ ബ്രാൻഡൊക്കെ കാണാൻ പറ്റും. ഓരോ നല്ല ലക്ഷൂറിയസ് ബ്രാൻഡ്സ് ആണ്. ഇത് കണ്ടോ, സീലിംഗ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. അങ്ങനെ മേളിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് ഇതിൻ്റെ ഏറ്റവും മേളിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ കേവ്സ് ഉണ്ട് അവിടെ. അതായത് നമുക്ക് 6 ടവർസും കാണാൻ പറ്റും ഇതിൻ്റെ മേളിലേക്ക് പോകുമ്പോൾ. ഓക്കെ, ഈ 6 ടവേഴ്സാണ് നമുക്ക് UB സിറ്റിയിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഓരോ ടവേഴ്സും ഓരോന്നിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ വൺ ഓഫ് ദ ടവറിൽ മാളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ആ റൗണ്ടായിട്ടിരിക്കുന്നത് കണ്ടത് ഫൗണ്ടെയിൻ ആണ്. ഈവനിങ് ടൈംസ് മാത്രമേ അത് നമുക്ക് ഓൺ ആക്കത്തുള്ളൂ. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ അതൊക്കെ ഓൺ ആക്കും.
അപ്പം ഫൗണ്ടെയിനൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അത് ഓപ്പോസിറ്റിലിരിക്കുന്ന വേറൊരു ടവറാണ്, UB സിറ്റിയിലെ തന്നെ വേറൊരു ടവർ. അപ്പോൾ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇതിനു മുമ്പൊക്കെ വന്നപ്പോൾ. ഇപ്പോൾ പ്ലാൻസ് കുറഞ്ഞു എന്ന് തോന്നുന്നു. കുറേ നാൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഞാനും ഹസ്ബൻഡും. അമ്മ അച്ഛനൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ഫോറിൻ എക്സ്പീരിയൻസ് പോലെ ഉണ്ട് ആക്ച്വലി. അതെ, UB സിറ്റി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫോറിൻ ഫീലാണ്. അതെ, അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ ആസ്വദിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. അവിടെ ഇരിക്കാനുള്ളതാണ്. അവിടെ എല്ലാവരും വന്നിങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറേ ഫാമിലീസൊക്കെ വരും, കപ്പിൾസൊക്കെ വരും, അങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകും അവിടെ നിന്ന്. പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ നമ്മൾ പോകുന്നത് MG റോഡിലേക്കാണ്. അപ്പോൾ ആ MG റോഡിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമുക്ക് പിന്നെ ഓട്ടോ കയറിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഓട്ടോ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അറൗണ്ട്. മാപ്പ് നോക്കി അറിയാം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ ഈ ചർച്ച് സ്ട്രീറ്റൊക്കെ കണ്ടതിന് ശേഷം അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തില്ല. ചർച്ച് സ്ട്രീറ്റൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മെട്രോ കയറി നേരെ ഡയറക്റ്റായിട്ട് പോന്നു, ഒരുപാട് വൈകിയതുകൊണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് മാരേജ് ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റെ ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 5 ഫോട്ടോസ് ഞങ്ങളിങ്ങനെ ഫ്രെയിം ചെയ്യിപ്പിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അത് പൊട്ടിച്ചു. അപ്പോൾ അത് അന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മാരേജ് ആനിവേഴ്സറിയുടെ ഫ്രെയിം ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ, താഴത്തെ റിസപ്ഷൻ ഫോട്ടോയാണ്. അങ്ങനെ ഓരോ പ്ലേസിലുള്ള ഫോട്ടോസ് ഞങ്ങളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറി സ്പെഷ്യൽസാണ് ഈ കാണുന്നതൊക്കെ. അമ്മയുടെ സ്പെഷ്യൽസാണ്. ഫുൾ കുക്കിംഗ് ആയിരുന്നു അമ്മ. അപ്പം കപ്പ ഉണ്ടായിരുന്നു, കപ്പയും പിന്നെ ഒലത്തിയ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ വെച്ച് കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ നോൺ വെജ് ആയിരുന്നു. പിന്നെ ആനിവേഴ്സറി ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ചോക്ലേറ്റ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാരേജ് ആനിവേഴ്സറി ഫസ്റ്റ് ടൈം ഞങ്ങൾ ആഘോഷിച്ചു. അച്ഛന് അമ്മയും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കുറേ നാൾക്ക് ശേഷം നമ്മുടെ അച്ഛനും അമ്മേനെയും കാണുമ്പോൾ അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അങ്ങനെ ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കൊക്കെ ലൈഫ് ലോങ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കെട്ടിച്ചു വിട്ടു, വേറെ വീട്ടിൽ താമസിക്കണം, അങ്ങനെയൊക്കെയാണ് ലൈഫ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മാരേജ് ആനിവേഴ്സറിക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഹാപ്പി ആയിട്ട് തോന്നി. അപ്പോൾ ജോണിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല നല്ല രസമായിരുന്നു. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ അമ്മയുടെ പായസം ഉണ്ടായിരുന്നു, സേമിയ പായസമൊക്കെ കുടിച്ചു. നെക്സ്റ്റ് ഡേ അമ്മേനെ അച്ഛനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.